സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ തെങ്ങുകൾ ഏറ്റവും കൂടുതൽ നശിക്കുന്നത് ചെമ്പൻചെല്ലിയുടെയും കൊമ്പൻചെല്ലിയുടെയും ആക്രമണം മൂലമാണ്. എന്നാൽ ചെറുപുഴ ഇടവരമ്പിലെ ജോണിച്ചേട്ടൻ്റെ പറമ്പിൽ ഒരു ചെമ്പൻചെല്ലിയും കൊമ്പൻചെല്ലിയും അവശേഷിക്കില്ല. കാരണം അദ്ദേഹം തയ്യാറാക്കിയ പ്രത്യേക കെണിയിൽ ആയിരക്കണക്കിന് ചെമ്പൻചെല്ലികളും കൊമ്പൻചെല്ലികളുമാണ് വീഴുന്നത്. ചെമ്പൻചെല്ലിനും കൊമ്പൻചെല്ലിനും പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ട്രാപ്പ് കെണികളുണ്ട്, ഓൺലൈനായിട്ടെല്ലാം പലരും വരുത്തുന്നുണ്ട്. പക്ഷെ ജോണിച്ചേട്ടനിവിടെ ഒരു പ്രത്യേക തരം കെണി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ വിജയകരം തന്നെയാ? വിജയകരമാണ്. ഞാൻ ഇപ്പൊ സത്യമായി 2 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് വണ്ടിനെ ഞാൻ പിടിച്ചു കൊന്നു. ഇത് എങ്ങനെയാ ആക്കുന്നത്? ഇതാ ഒരു 20 ലിറ്ററിന്റെ പെയിന്റിന്റെ ബക്കറ്റിനകത്ത് ഒരു 5 കിലോ ചാണകം, പച്ച ചാണകം, അതിലേക്ക് നമ്മൾ 1/2 കിലോ കടലപ്പിണ്ണാക്കും 1/2 കിലോ ബെല്ലും ഇടുക. ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി ഇടുക. എല്ലാ ദിവസവും ഇളക്കണം. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ചെറിയ സ്മെല്ല് വരും. അന്നേരം വണ്ട് വീഴാൻ തുടങ്ങും. ഒരുപാട് വണ്ട് കിട്ടിയിട്ടുണ്ടല്ലേ? ഒരുപാട് വണ്ട് കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ എല്ലാ ദിവസവും പോയി നോക്കണം. എന്നിട്ട് അതിനെ പിടിച്ച് പുറത്തേ അടിച്ച് കൊന്നുകളയണം അല്ലേ? അങ്ങനെ ഈ തെങ്ങിൻ തോട്ടത്തിൽ വണ്ടിന്റെ ശല്യം കുറവുണ്ട്, വളരെ കുറഞ്ഞു. അതല്ലേ? ഈ തെങ്ങ് രക്ഷപ്പെടുത്തിയെടുത്ത് ഞാൻ 50 തെങ്ങ് വെച്ചതാ. അത് രക്ഷപ്പെടുത്തിയെടുത്ത് ഇതുകൊണ്ടായില്ല. ഇപ്പൊ എന്റെ കൂടെ വെച്ചോട്ടൊന്നും തെങ്ങ് പകുതിയില്ല. ഇത് മറ്റു കർഷകർക്ക് മാത്രമേ ആക്കാം ശരിക്കല്ലേ? അറിയാവുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ? പരീക്ഷിച്ച് നോക്കാം, നമുക്ക് വലിയ ചെലവില്ലല്ലോ. അതെ അതെ അതെ. വണ്ട് ഒരുപാട് അതിന്റെ ചുറ്റുമെല്ലാം വണ്ട് വീണിട്ട് കാണുന്നുണ്ട്. അത് കൊന്നതായിരിക്കും അല്ലേ? കൊന്നു. അതിനകത്ത് നിന്ന് ഇന്ന് ഞാൻ 3-4 പിടിച്ച് കൊന്നു. അതല്ലേ? ആദ്യം വെക്കുന്നവരാണെങ്കിലും മേലെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ പരന്ന് കിടക്കും വണ്ട് തന്നെ. ഒരു പ്രാവശ്യം നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വരെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? ഒരു 6 മാസം വരെയൊക്കെ പറ്റും. ഇതേ സാധനം വീണ്ടും അത് അത് മാറ്റി തെങ്ങിന് വല്ല ഒഴിച്ചിട്ട് പുതിയത് വെക്കണം. 6 മാസം വരെ ഇത് മാത്രം മതി. അപ്പൊ ഓരോരോ ദിവസം പോയി വന്ന് നോക്കണം. എന്നിട്ട് വണ്ടിനെ നശിപ്പിക്കണം. വണ്ട അതിൽ നശിക്കുന്നില്ല, നമ്മൾ എടുത്ത് നശിപ്പിക്കണം. അത് അവിടെ കിടന്ന ഒരു 2-3 ദിവസം വെള്ളം കുടിച്ച് ചാവും. ചത്ത് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ചീഞ്ഞാൽ അതിന്റെ മണം മാറും. അപ്പൊ ഇത് ഉപയോഗിക്കാൻ പറ്റൂല. അന്നേരം വണ്ട് ഒന്നും വീഴൂല. അതിന്റെ സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ പിന്നെ വണ്ട് വീഴൂല. അപ്പൊ വീഴുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എടുത്ത് മാറ്റിട്ട് അതിനെ കൊല്ലണം. അതിന് കയറിപ്പോകാൻ പറ്റും. ഒന്ന് വീണാ പിന്നെ അത് പൊങ്ങിയല്ല, ജീവനുണ്ടാവും 1-2 ദിവസത്തേക്കൊക്കെ. ഇങ്ങനെ നീന്തി നടക്കും. അതിനെ പിടിച്ചിട്ട് കൊല്ലുക.